ഹായ്, ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാമേ. നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ ഇങ്ങനെ ചില്ലിനകത്തിട്ട് വെച്ചേക്കുന്ന കാണുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇതിനോട് കുറച്ച് ചെറുപയർ ഞാനാണെങ്കിൽ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ഒത്തിരി വേകണ്ട, കുറച്ച് ഇങ്ങനെ വെന്താൽ മതി കേട്ടോ. അളിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണേ. കുറച്ച് വെള്ളം വെച്ചൊന്ന് വേവിക്കുക ചെയ്യുക. അതിനുശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടിയും കുറച്ച് തേങ്ങയും കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതേ സമയത്തേക്ക് ഞാൻ ഒരു അരക്കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ ഇഡലിയുടെ ബാറ്റർ പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ആക്കുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ ചെറുപയറെല്ലാം നല്ല ഉരുളകളാക്കി നല്ല ഇലക്കയും ഇച്ചിരി ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി ഉരുളകളാക്കി വെക്കുന്നുണ്ട്. കുറേ ഉരുളകളാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ആ ബാറ്ററിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ. അത് നന്നായിട്ടൊന്ന് മുക്കി സ്പൂണിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യത്തക്ക രീതിയിൽ സ്പൂണിട്ടൊന്ന് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ആ സൈഡ് വെന്ത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡൊന്ന് ഇട്ട് കൊടുക്കാമേ. ഈ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം പോലെ ആകാതെ നോക്കണേ. അപ്പം ഒത്തിരി വെള്ളമാണെങ്കിൽ അതിങ്ങനെ വിട്ട് പോരും. അങ്ങനെ ഒരു പിടിക്കത്തക്ക രീതിയിലുള്ള പരുവമാണോ എന്ന് നോക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് കോരാം. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.